ഹായ് ഗൈസ്, നോക്കിക്കേ, നല്ല ഫ്രഷ് മുന്തിരിയാണ് ഇരിക്കുന്നത്. മുന്തിരി കൊണ്ട് കൊതിക്കാത്തവരായിട്ട് ആരുമില്ല. പണ്ടത്തെ കഥ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കുറുക്കൻ പോലും മുന്തിരി കണ്ട് കൊതിച്ചു. നല്ല ഫ്രഷ് മുന്തിരിങ്ങ ഒരു 500 ഗ്രാം എടുക്കുക എന്നാണ് നമ്മൾ ഇവിടെ മുന്തിരി ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 500 ഗ്രാം ഫ്രഷ് മുന്തിരിങ്ങ ഞാൻ എടുത്തേക്കുകയാണ്. എനിക്കിവിടെ കിട്ടിയത് ചുവന്ന ഈ കറുത്ത മുന്തിരിങ്ങയാണ് കിട്ടിയത്. അത് വെച്ചുള്ള ഹൽവയാണ് ഞാൻ ഇന്നോ ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ് ഗൈസ്, നോക്കിക്കേ, എന്ത് രസമാണ് ഈ മുന്തിരിക്കൊല. ഈ മുന്തിരിയിൽ കുരുവില്ലാത്ത മുന്തിരി തന്നെ സെലക്ട് ചെയ്യണം. ഈ കുരുവില്ലാത്ത മുന്തിരി കഴുകി വൃത്തിയാക്കിയ 500 ഗ്രാമാണ് ഈ ഇരിക്കുന്നത്. കുരുവില്ലാത്ത മുന്തിരിയാണ് നമ്മൾ മുന്തിരി ഹൽവയ്ക്ക് വേണ്ടി പ്രിഫർ ചെയ്യേണ്ടത്. മുന്തിരി ഹൽവയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കിയേ. 500 ഗ്രാം മുന്തിരിങ്ങ എടുക്കുക. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. 1 കപ്പ് പഞ്ചസാര എടുക്കുക. പഞ്ചസാര മധുരം ആവശ്യമുള്ളവർക്ക് ഏറെ എടുക്കാം കേട്ടോ. പിന്നെ 1 പിഞ്ച് ഉപ്പ്, വെള്ളം, 1 കപ്പ് നെയ്യ്. നെയ്യ് 4 ടീസ്പൂൺ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് അണ്ടിപ്പരിപ്പുണ്ട്, ബദാം പരിപ്പുണ്ട്, 3 ഏലക്കയുണ്ട്. ഏലക്ക മണമൊക്കെ കിട്ടും. മറ്റേ മുന്തിരി ഡ്രൈ ആയുള്ള മുന്തിരിയാണ്. ഇതേറെ ചേർത്ത് കൊടുക്കുക, ഡെക്കറേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതേറെ ചേർത്ത് കൊടുത്ത് കൂടുതൽ ടേസ്റ്റും ഭംഗിയും കാണാനും ഭംഗിയും ഉണ്ട്. ഇത് ചെറിയതായിട്ട് മുറിച്ച് ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് മുന്തിരി ഹൽവ കൂടുതൽ ഭംഗിയാക്കാം. ഇത്രയും സാധനങ്ങളാണ് മുന്തിരി ഹൽവയ്ക്ക് ആവശ്യമായുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ഈ മുന്തിരി വേവിച്ചെടുക്കണം, അല്ലെ തിളപ്പിച്ചെടുക്കണം. സ്റ്റൗവ് തീ കത്തിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ മുന്തിരി വേവിച്ചെടുക്കണം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് നമുക്ക് വരും. മുന്തിരി ചാറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, മുന്തിരി ജ്യൂസ് ആക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ 1 കപ്പ് വെള്ളത്തിൽ നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, ഇപ്പോൾ ഇതിൻ്റെ മുന്തിരിയുടെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ആയി. ആ മുന്തിരിയുടെ കളറൊക്കെ ഇളകി നല്ലതായിട്ട് മുന്തിരി ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മുന്തിരിയ. ഈ മുന്തിരിയുടെ സത്ത് നമുക്ക് കിട്ടി. ഇതിനി നമുക്ക് അരമണിക്കൂർ ചൂട് മാറാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി നമ്മൾ അരമണിക്കൂർ മാറ്റി വെച്ച തിളപ്പിച്ച ഈ മുന്തിരി ബ്ലെൻഡറിനകത്തിട്ട് നമുക്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ മാറ്റി വെച്ച മുന്തിരി എടുത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നല്ല ജ്യൂസ് കിട്ടാൻ വേണ്ടി ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ മിക്സിയിൽ അടിച്ച ജ്യൂസ് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റൗവിൽ പാൻ വെച്ചിട്ട് 1 കപ്പ് വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം. അവരവരുടെ രുചിക്കനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. മധുരം കൂടുതൽ പഞ്ചസാര ലൈന് റെഡിയായി. ഇതിലേക്ക് മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം.
ഗൈസ്, ഇപ്പോൾ നമ്മുടെ മുന്തിരിച്ചാറ് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നെയ്യാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് ഇളക്കി കൊടുത്ത് അടുത്ത് അങ്ങനെ 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് കൂടുതൽ ഹൽവയും കുറുകി വന്ന് സൂപ്പറാകും. ഇതിലേക്ക് ഉണ്ടോ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇത് ഇളക്കി ചേർക്കുക. ഇനി നമ്മൾ ഹൽവ എടുത്തു വെക്കുന്ന പാത്രം റെഡി ആക്കുകയാണ്. ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നെയ്യ് ബ്രഷ് ചെയ്ത് ചേർക്കുക. നെയ്യ് ചേർത്ത് കൊടുത്ത് ഹൽവ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇത് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡെക്കറേഷന് വേണ്ടി വെച്ച ബദാം പരിപ്പ്, മുന്തിരിപ്പരിപ്പ് എല്ലാം കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുറുകി ചേർത്ത ഹൽവ ഡെക്കറേഷൻ ചെയ്ത ഈ പാത്രത്തിലേക്ക് ആക്കുക. നമ്മളിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഹൽവ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യ് കൂടെ ഒഴിച്ച് അത് ബ്രഷ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുവാണ്. മുകളിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാക്കി ഡെക്കറേഷന് വേണ്ടിയുള്ള കറങ്ങാണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത്, ബദാം പരിപ്പ്, പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത എല്ലാം ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ മുന്തിരി ഹൽവ റെഡിയായി. ഈ മുന്തിരി ഹൽവ നമുക്ക് ആ പ്ലേറ്റിന് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു അത് തണുത്ത് കട്ട പിടിക്കാൻ വേണ്ടി. ഇനി ഈ മുന്തിരി ഹൽവ വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്.